ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്യാരറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോകുമ്പോഴേക്കും ക്യാരറ്റ് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 2 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുത്ത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റ് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 3 വലിയ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കരുത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ച് വരുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്കൊരു ഐറ്റം പരിചയപ്പെടുത്തി തരാം. ഇത് നമുക്ക് മൾബറി കേക്ക് ഡെക്കറേറ്റിംഗ് കിറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ അയച്ചു തന്നിട്ടുള്ള അവരുടെ ലൈറ്റ് കിറ്റാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസും അടങ്ങിയിട്ടുള്ളൊരു കിറ്റ്. അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് അവരിത് 40% ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് വരെ ഉള്ളൂ കേട്ടോ ഡേറ്റ്. നിങ്ങൾക്ക് അവരുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറിയും എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ക്യാരറ്റും മുട്ടയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടകളൊക്കെ ഒന്ന് പോയി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു 2-3 തവണ അരിച്ചെടുക്കുക. അല്ലെങ്കിൽ അരിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ്ചറില്ലേ അത് ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഓരോ കുഴികളുടെ 1/4 ഭാഗം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിയില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ അതിനുള്ള സ്പേസ് വിട്ട് കൊടുക്കണം കേട്ടോ. മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ ഇത് പുറത്തേക്കൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായിട്ട് കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല ഗുണ്ടുമണിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ഇനി ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്നും അടർത്തി എടുക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തൊട്ട് കൊടുത്താൽ തന്നെ പോരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടും ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത് സാധാരണക്കാർക്കും നമുക്കിനി വളരെ സിമ്പിളായിട്ട് ഇതുപോലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്